ദേ കാണുന്ന മലയിടുക്കാണ് അമേരിക്ക. അത് വേൾപൂൾ സ്റ്റേറ്റ് പാർക്കാണ്. എൻ്റെ മറ്റൊരു വീഡിയോയിൽ വേൾപൂൾ സ്റ്റേറ്റ് പാർക്ക് ഞാൻ വൃത്തിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നയഗ്ര ഫാൾസിൽ നിൽക്കുകയാണ്. അപ്പോൾ അതേ ബിരിയാണി, ഫ്രൈഡ് റൈസ് അല്ലേ, ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്. ജോണത്തൻ്റെ ഫ്രൈഡ് റൈസ്, പപ്പടം എല്ലാം കൂട്ടി എനിക്കിത് ഇവിടെ അടിപൊളി ഫ്രൈഡ് റൈസ് ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഇന്ന് വൈകുന്നേരമായി. അപ്പോൾ നമ്മളിത് ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. അപ്പനോട് റെസ്റ്റ് ചെയ്യായിരുന്നു. അപ്പനെ ഞാൻ വിളിച്ച് എഴുന്നേപ്പിച്ചു. അടിപൊളി പപ്പടം. നമ്മതേ നമ്മുടെ പിടി നമ്മളിപ്പോൾ കഴിക്കുന്നില്ല അല്ലേ? പിടി നമ്മൾ നേരത്തെ കഴിച്ചു. തക്കാളി എടുത്തോണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് തൊട്ടടുത്താണ് പള്ളി. 2 കിലോമീറ്റർ ഉള്ളൂ. പള്ളിയിലോട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പോകാം. ഇത്ര ജാനത്തിൻ്റെ തലമുടിയൊക്കെ നല്ല രീതിയിൽ ഗാറ്റ്സ്ബേയുടെ ജെല്ലൊക്കെ തേച്ച് സെറ്റപ്പ് ചെയ്യണം. നമ്മളിത് പള്ളിയിലെത്തി. അപ്പം എന്താ എൻ്റെ ഇവിടെ നടന്നു വന്നുകൊണ്ടിരിക്കണം. അപ്പം നമ്മളിനി കുർബാന കഴിഞ്ഞിട്ട് കാണാം. പള്ളി കഴിഞ്ഞ് അപ്പനും അമ്മയും നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മമ്മിയൊക്കെ ഓൾറെഡി വണ്ടിയുടെ അടുത്ത് വന്നു. അനിമോള് വണ്ടിയുടെ അടുത്ത് നമ്മൾ വണ്ടി കയറിയത് ഇനി വീട്ടിൽ പോവാണ്. അമ്മ വണ്ടി കയറിക്കാം. അപ്പ കാത്തി എല്ലാവരും വണ്ടിയുടെ അടുത്ത് വന്നേക്കണം. നമ്മളെല്ലാവരും ഇനി വീട്ടിൽ പോവാണ്. പാവയ്ക്ക, പിറ്റർമല, വെണ്ടയ്ക്ക, പയർ, വെള്ളിരിക്ക, മാങ്ങ, നാഗരാപ്പൂളിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളെല്ലാവരും നിൽക്കണത്. അതെ പൊളിച്ച് അനിമോളും കാത്തിയും അപ്പനും അമ്മയൊക്കെ എന്തേ ഇവിടെ നിൽക്കുകയാണ്. നമുക്കത് ഇവിടെ ഇതേപോലെ നല്ല ഭംഗിയുള്ള ബേർഡ്സിനെ കാണാൻ പറ്റും. അപ്പം നമ്മളിത് ഈ പാർക്കിലൂടെ നടക്കുവാണ്. നമുക്കിത് ആ വഴി അങ്ങ് നടക്കാൻ പാപ്പേ. ജസ്റ്റ് ഇവിടെ ആപ്പിൾ മരങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ആപ്പിൾ എവിടെയാണ്? അതെ, മുകളിൽ ഒരുപാട് ആപ്പിൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ബേർഡ്സ് ഉണ്ട് കേട്ടോ. കാത്തി നല്ല ഭംഗിയുള്ള കുറേ മരങ്ങളൊക്കെ ഉണ്ട്. നമ്മളുടെ ഒരു റെസ്റ്റ് സ്റ്റോപ്പായിട്ട് തന്നെ കണക്ക് കൂട്ടിയാൽ മതി. നയഗ്ര ഫാൾസിൽ പോകണ വഴിക്ക് മിസ്സായാലും ഒരു റെസ്റ്റ് സ്റ്റോപ്പ് നമ്മൾ കണ്ടു. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് സിറ്റിയുടെ ഒറ്റ നടുക്കത്താണ്. ഇവിടെ ഈ പാലമുണ്ട്. ഈ പാലിൻ്റെ മേളത്തേക്ക് കയറിപ്പം. അത് അവിടെ ഒരു വലിയൊരു ബെല്ലുണ്ട്. ആ ബെല്ലടിച്ചിട്ട് പോവാം. വാ, അവിടെ ഒരു വലിയ ബെല്ലുണ്ട്. ആ ബെല്ല് നമ്മൾ അടിക്കാൻ പോകണം. അവിടെ ഒരു ജാപ്പനീസ് മോഡലിൽ ഒരു വലിയ ബെല്ലുണ്ട്. അതെ, അവിടെ ഒരു ചെറിയൊരു പ്രതിമയുണ്ട് ഇവിടെ. നല്ല കാണാൻ ഭംഗിയുള്ളൊരു പ്രതിമ. ഇതാണ് ആ വലിയ ബെല്ല്. എന്താ ബെല്ലടിച്ചോ? സിറ്റിയിലോട്ട് നടക്കുവാണ്. മിസ്സാഗ സിറ്റിയുടെ ഒരു സിറ്റി ടൂർ, ഒരു 10 മിനിറ്റ് സിറ്റി ടൂർ വേണി ചെയ്തിട്ട് നമ്മൾ നയഗ്ര ഫാൾസിലോട്ട് പോകണം. അപ്പോൾ അപ്പൻ്റെ കുട്ടപ്പനായിട്ട് നടക്കണോ, അമ്മ അടിപൊളിയായിട്ട് നടക്കണോ. അപ്പോൾ നമ്മളിത്
മിസാഗ സിറ്റിയുടെ ഒത്ത നടുക്കത്ത് ഹഡ്സൺ ബേ എന്നൊക്കെ എഴുതിയാണ്. മിസാഗ സിറ്റിയിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായി ഡെവലപ്പ് ചെയ്യുന്ന മറ്റൊരു സിറ്റിയാണ്. ഇത് മൊത്തം കോണ്ടോമിനിയം ബിൽഡിങ്സ് ആണ് കേട്ടോ മിസാഗ സിറ്റിയിലുള്ള. യു സ്റ്റേ വിത്ത് us. സിറ്റിയുടെ നടക്കുകയാണ്. എന്നെ കൂടെ പിടിച്ചോ. നമ്മൾ നയാഗ്ര ഫാൾസിലോട്ടുള്ള യാത്ര മധ്യേ മിസാഗ സിറ്റിയിൽ നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ മിസാഗ സിറ്റിയുടെ മറ്റുള്ള ഭാഗങ്ങളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേ കാണുന്ന ടവർ ഇതാ, ആ ടവർ ഇപ്പം നമുക്ക് വിസിബിളായിട്ട് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. 2 ടവറുകളാണ് അതേപോലെ ഉള്ളത്. 2 ടവറുകൾ. നമ്മൾ മിസാഗ സിറ്റിയുടെ നടക്കുക കേട്ടോ. അവിടെ പിറകെ കാണുന്ന ആ ടവർ ഉണ്ടോ, ആ ടവറാണ് മെർലിൻ മാൻട്രോ ടവർ. അത് 2 ടവറുണ്ട്. എല്ലാവരും മിസാഗ സിറ്റിയിൽ റോഡ് ക്രോസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ആ പിള്ളേരൊക്കെ വെയിറ്റ് ചെയ്യണം റോഡ് ക്രോസ് ചെയ്യാനായിട്ട്. ഇതുവരെ നമുക്ക് സിഗ്നൽ കിട്ടിയിട്ടില്ല. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. 1 മിനിറ്റ് കഴിയുമ്പോഴേക്കേ സിഗ്നൽ എത്തത്തുള്ളൂ. ഓൾറെഡി പ്രസ് ചെയ്തിട്ടുണ്ടോ. സിറ്റിയുടെ സെൻറ്ററിലൂടെ നടക്കുകയാണ്. എന്താ വാക്കിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ സിറ്റി. എന്താ ക്രോസ് ദിസ് വേ. സ്ക്വയർ 1ൻ്റെ അടുത്തെത്തി. നമ്മൾ കാണുന്നതാണ് ബിൽഡിങ്ങുകൾ. നമ്മളിത് ടിം ഹോട്ടൽസിൽ വന്ന് ചായയൊക്കെ വാങ്ങിച്ച് നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൻ്റെ ഇവിടെ ഉണ്ട്, അമ്മ അതേ അനിമോളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യണം എന്തൊക്കെയോ വാങ്ങിക്കാനായിട്ട്. What do you got? I got a Canada celebrated donut. Like it? Yes, I really like it. അപ്പോൾ നമ്മളിത് ടിം ഹോട്ടൽസിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മളിത് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. ഇനിയിപ്പോൾ കാറിലിരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കണം, കാരണം നമുക്ക് സമയമില്ല അല്ലേ. അപ്പം സമയമില്ലല്ലോ. നോ ടൈം. സോ വി ആർ ഗോയിങ് ടു നയാഗ്ര. അപ്പനെ അമ്മയാണ് 2 ചായ വാങ്ങിച്ചു കൊടുത്തത്. ചായ പിടിച്ചോട്ടോ അതായിട്ടിരിക്കുകയാണ്. ബാ ടിമ്മിലെ ചായയാണ്. ഓക്വില്ലിലെ ടിം ഹോട്ടൽസിലാണ് നമ്മൾ നിർത്തിയത്. നമ്മൾ ഓക്വിൽ ടിം ഹോട്ടൽസ് നിർത്തി. അപ്പോൾ നമ്മൾ മിസാഗ കയറി, ഓക്വില്ലിൽ നമ്മൾ കയറി. അപ്പോൾ ടിമ്മിൽ നമ്മൾ റെസ്റ്റ് സ്റ്റോപ്പിൽ നിർത്തി. നമ്മൾ വേൾപൂൾ സ്റ്റേറ്റ് പാർക്കിൻ്റെ അടുത്ത് വന്നു എയ്റോ കാർ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ടിക്കറ്റ് ഒന്ന് സോൾഡ് ഔട്ട് ആയിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഈടാക്കം ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകും. ആക്ച്വലി ചെറിയൊരു റോപ്പിൽ കയറി പോണ പരിപാടിയായിരുന്നു, പക്ഷേ അത് കിട്ടിയില്ല. അതാ കാണുന്നതാണ് വേൾപൂൾ സ്റ്റേറ്റ് പാർക്ക്. ഞങ്ങൾ അവിടെ വന്നത്. നമ്മളിവിടെ ജസ്റ്റ് വന്നു. വേൾപൂൾ എയ്റോ കാർ നയാഗ്ര ഫാൾസ് അതിലൂടെ ചുമ്മാ നടക്കുവാണ്. അപ്പം ഇതാണ് റോളർ കോസ്റ്റർ വഴി പോണ പരിപാടി. ഇത് തന്നെയാണ് പരിപാടി. നമ്മളിവിടെ റോളർ കോസ്റ്റർ കയറിയിട്ട് നമ്മൾ വണ്ടി കയറിയിട്ട് വരുന്ന ചെറിയ വണ്ടി കയറിയിട്ട് അങ്ങ് പോകും. അപ്പോൾ ഈ കാണുന്ന ആ മലയിടുക്കെന്നാണ് അമേരിക്ക. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയത്. അത് വേൾപൂൾ സ്റ്റേറ്റ് പാർക്കാണ്, ആ കാണുന്ന മലയിടുക്ക്. അപ്പോൾ ഞങ്ങളത് നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇതിന് ടിക്കറ്റ് കിട്ടിയില്ല. ഈ ഒരു റോപ്പിൽ കയറി പോണ പരിപാടിക്ക് സോൾഡ് ഔട്ടാണ്, ഭയങ്കര തിരക്കാണ്. ഇതേ പോണ വൈറ്റ് വാട്ടർ ഉണ്ടോ, അതുകൊണ്ടാണ് അതിന് വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ എന്നാ സംഭവം എന്ന് പറയട്ടെ, നയാഗ്ര ഫാൾസ് അവിടെ ചാടിയിട്ട് ആ വാട്ടർ നയാഗ്ര റിവർ വഴി ഇങ്ങനെ കറങ്ങി ആ വഴി അങ്ങ് പോവുക. അപ്പം എന്താ നടന്നു വരുന്നു. ഇത് ആക്ച്വലി ഇതേ കാണുന്നത്
നയഗ്ര റിവർ. നമ്മളിപ്പോൾ കാനഡയിൽ ദേ കാണുന്ന മലയിടുക്കാണ് അമേരിക്ക. അത് വേൾപൂൾ സ്റ്റേറ്റ് പാർക്കാണ്. എൻ്റെ മറ്റൊരു വീഡിയോയിൽ വേൾപൂൾ സ്റ്റേറ്റ് പാർക്ക് ഞാൻ വൃത്തിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നയഗ്ര ഫാൾസിൽ നിൽക്കുകയാണ്. വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് എല്ലാം ചെയ്യുന്ന ഏരിയ ആണിത്. ഇതേ കാണുന്നത് വാട്ടർ ഇങ്ങനെ വൈറ്റ് വാട്ടർ പോണു. നമ്മുടെ പുറകെ കാണുന്നത് വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് ഏരിയ ആണ്. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി നമ്മൾ നയഗ്ര ഫാൾസിലോട്ടാണ് പോകുന്നത്. ഇവിടെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് നേരത്തെ എടുക്കണം. അപ്പോൾ നമ്മൾ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. തിരക്കില്ലാത്ത സമയത്ത് നമുക്ക് ടിക്കറ്റ് കിട്ടും. പക്ഷെ നമുക്ക് എന്തോ വേൾപൂൾ എയറോക്കാറിൻ്റെ ടിക്കറ്റ് കിട്ടിയില്ല. അപ്പം ഞാൻ കാണിച്ച വണ്ടി കയറിയാണ് പോകേണ്ടത്. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മളെല്ലാവരും ഇനിയിപ്പോൾ നയഗ്ര ഫാൾസിലോട്ട് പോവാണ്. വേൾപൂൾ എയറോക്കാറിൽ നിന്ന് നമ്മളിപ്പോൾ നയഗ്ര ഫാൾസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്കാണ് നയഗ്ര ഫാൾസിൽ. ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് ജനസാഗരമാണ്. ഒരു 40,000 ആളുകൾ ഓൾറെഡി ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. രാത്രി ഫയർ വർക്ക്സ് ഉണ്ട്. 10 മണിക്ക് ഫയർ വർക്ക്സ് കൂടി കണ്ടിട്ടാണ് നമ്മൾ പോകുന്നുള്ളൂ. അപ്പോൾ നയഗ്ര ഫാൾസിൻ്റെ കാനഡിയൻ ഹോഴ്സ്ഷൂ ഫാൾസിലോട്ട് വണ്ടി ഓടിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മറ്റേ സൈഡിലെ 3 വാട്ടർ ഫാൾസ്, അമേരിക്കൻ വാട്ടർ ഫാൾസ്, ബ്രൈഡൽ വെയിൽ ഫാൾസ്, അതുപോലെ തന്നെ കാനഡിയൻ ഹോഴ്സ്ഷൂ ഫാൾസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മിസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നു. ഭയങ്കര ഭംഗിയുള്ള കാഴ്ചയാണ് നമ്മൾ പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. When possible, make a U-turn, then turn left. ഇവിടെ തിരക്ക് കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. എന്തൊരു തിരക്കാന്ന് നോക്കി. അവിടെ എത്തുമ്പോഴേക്കും അവിടെ ജനസാഗരമാണ്. തൃശ്ശൂർ പൂരത്തിന് ഉള്ളതേക്കാൾ കൂടുതൽ തിരക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ, എന്താണ് ഈ കാനഡയുടെ സൈഡിൽ നമുക്ക് ഇതേപോലെ ഇവിടെ തിട്ടയുണ്ട്. ആ തിട്ടയിൽ ഒരു 4 കിലോമീറ്ററോളം ദൂരത്തിൽ ഇങ്ങനെ കാനഡിയൻ ഹോഴ്സ്ഷൂ ഫാൾസ് കാണാൻ പാകത്തിന് ഇതേപോലെ നമുക്ക് നിൽക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ ബാരിക്കേഡ് കെട്ടിയിട്ടുണ്ട്. എൻ്റെ വണ്ടിയുടെ മേളിൽ ഗ്ലാസ്സിൽ ഓൾറെഡി മിസ്റ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ വാട്ടർഫാൾസിന്റെ മിസ്റ്റാണ് ഇപ്പോൾ വണ്ടിയിൽ വന്നിരിക്കുന്നത്. അത്രയ്ക്ക് വാട്ടർഫാൾ മഴ വീണല്ല ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടിയിലെ വാട്ടർഫാൾസ് അവിടെ നിന്ന് വെള്ളം ചാടിയിട്ട് റോട്ടിലോട്ട് മിസ്റ്റ് ചാടുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്.